എങ്ങനെ കളിക്കും എന്നല്ല, എങ്ങനെ നിൽക്കും, എങ്ങനെ പിടിച്ചു നിൽക്കും, അതാണ് മെയിനായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ നിൻ്റെ അടുത്ത് പറയാം, എടോ മീശ പിരിച്ചു വെച്ചതുകൊണ്ടോ തലയിൽ കളർ അടിച്ചതുകൊണ്ടോ ഒന്നും നീ റോക്കെ ആവൂല കേട്ടോ. നീ ചാപ്പോ, അത് മതി. ഓക്കെ, സംഭവം മനസ്സിലായി കാണുമല്ലോ. പട്ടികളിരുന്ന് ഭയങ്കരമായിട്ടിരുന്ന് കുരയ്ക്കും. തുറന്നു വിട്ട് കഴിഞ്ഞാൽ അതൊക്കെ ചുമ്മാതാ, വെറുതെ കിടന്ന് വണ്ടിക്കകത്തൊക്കെ ഇരുന്ന് കുരയ്ക്കാനേ ഓരോരുത്തർക്ക് അറിയാവും എന്നൊക്കെ തന്നെയാണ് ഉദ്ദേശിച്ച സായിയെ തന്നെ. ഇതെല്ലാവരും പറയണ കാര്യമാണ്. ഇതാരും പ്രത്യേകിച്ച് എന്ത് പറയണ്ട, എല്ലാവരും മനഃപൂർവ്വം ഡീഗ്രേഡിങ് ചെയ്യുന്നു എടുക്കുന്നു അങ്ങനെയൊന്നും അല്ല. സായ അതിനകത്ത് കാണിക്കുന്ന പരിപാടികൾ തന്നെ പറയുന്നത്. പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ്റെ ഗെയിം ജാസ്മിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്നൊക്കെ. അപ്പോൾ അത് പറയുമ്പോൾ ആൾക്കാർ പറയും നീ ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കി, നീ അപ്പുറത്തും ചാടുന്നു ഇപ്പുറത്തും ചാടുന്നു. അവളുടെ ഗെയിമിനെയാണ് ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അവൾ കാണിക്കുന്ന പ്രവൃത്തിയിലൂടെ. പിന്നെ ആ ഗെയിം കാരണം എഫക്റ്റഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരും ഉണ്ട്, അതിനെയാണ് ഞാൻ ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിക്കണം. നിങ്ങൾക്ക് അതുവരെയും ഒരു ബോധമില്ല. നിങ്ങൾക്ക് ഇപ്പോഴും പറയുന്നത്, നിങ്ങൾ ആദ്യം ഒരു കമൻറ്റ് ചെയ്യുന്ന ആദ്യമേ ഒരു സ്റ്റാൻഡിൽ നിങ്ങൾ ആദ്യം ഉറച്ചു നിൽക്കുക, ഏത് സൈഡിലോട്ട് ചാടണമെന്ന്. ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര ജാസ്മിനോടെ ഭയങ്കര പ്രേമം വരുന്നുണ്ട്. അയ്യോ ജാസ്മിൻ പാവം, ജാസ്മിൻ ഭയങ്കര രീതിയിൽ വരുന്നത്. ജാസ്മിൻ അതിനകത്ത് കാട്ടിക്കൂട്ടിയതിൻ്റെ ഫലമാണ് ജാസ്മിൻ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ആദ്യമേ മനസ്സിലാക്കുക. അത് ജാസ്മിൻ അത് തിരുത്താത്തിടത്തോളം കാലം അവൾ ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലിൽ നിന്ന് കിടിലമായിട്ട് ഗെയിം കളിക്കാനുള്ള ഒരു നല്ല ടാലന്റ് ഉണ്ട്. പക്ഷേ അവൾ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നില്ല. അത് കളിക്കാത്തിടത്തോളം കാലം അവിടെ വന്നിരുന്ന് കരഞ്ഞിട്ടോ മെഴുകിട്ടോ ഒരു കാര്യമില്ല. അത് ആദ്യമേ ചിന്തിക്കുക. എന്നിട്ട് നിങ്ങളിപ്പം കുറച്ച് പേരിപ്പം പറയുന്നുണ്ട് നീയാണ് ഡീഗ്രേഡ് ചെയ്യുന്ന, ജാസ്മിനെ വെച്ചുകൊണ്ട് വീഡിയോ ചെയ്യുക, അരി മേടിക്കുമല്ലേ മറ്റേനെ മറിച്ചാണ്. ജാസ്മിൻ ഒരു ബിഗ് ബോസിൽ പോയ കണ്ടസ്റ്റന്റ് ആണ്. ഞാനൊരു ആസ് എ യൂട്യൂബർ, ഞാൻ ഒരു റിവ്യൂവറാണ്. ആ രീതിയിൽ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു ഷോയിൽ ഇപ്പം ഈ ഒരു നെഗറ്റീവ് ആയാലും ഒരു അത്യാവശ്യം നല്ല ഇമ്പാക്റ്റോടെ കൊണ്ടുപോകുന്നത്. പക്ഷെ അത് ഫുള്ള് നെഗറ്റീവാണ്. ജാസ്മിൻ ചെയ്യുന്ന പ്രവർത്തികളിലോട്ടാണ് എല്ലാ യൂട്യൂബേഴ്സും കുറ്റം പറയുന്നത്. ജാസ്മിനോട് ആർക്കും പേഴ്സണലി വൈരാഗ്യമില്ല. ഗെയിമിനെയാണ് എല്ലാവരും കുറ്റം പറയണത്. അപ്പം ഇതിനെ പറ്റിയിട്ട് ഷസാം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഷസാം ഇത് തന്നെയാണ് പറയണത്. ആ ഗബ്രി ആയിട്ടുള്ള ഒരു വിഷയവും കാര്യങ്ങളും അല്ല. ആ സംഭവം ഒന്ന് കേട്ടു നോക്കാം. ഇപ്പൊ ജാസ്മിൻ ഇരുന്ന് കരച്ചിലോട് കരച്ചില് എന്തോന്നടേ ഞാൻ പറയേണ്ടത്. എന്റെ പൊന്ന് ജാസ്മിന്, നീ കേരളത്തിൽ നിന്നാണ് ബിഗ് ബോസിൽ പോയത്, അമേരിക്കയിലൊന്നും അല്ലല്ലേ. ഒന്നെങ്കിൽ ഓൺ ഇറ്റ് മാൻ, പറ ഐ ലവ് യു ജബ്രി, വി ആർ ഗോയിങ് ടു ബി റിലേഷൻഷിപ്പ്, ഐ താച്ചിഫൈ ദി അതർ ഗൈ എന്ന് പറയാ. ധൈര്യമായിട്ട് പറയാം, ഞാൻ നിൽക്കും, ഐ ആം ദയർ സപ്പോർട്ട്. അവനെ കെട്ടടേ ഗബ്രീന്. ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതിന് പകരം മെഴിവയാണ് അവിടെ കിടന്നത്. എടി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നിന്നെ ആൾക്കാർ റെസ്പെക്ട് ചെയ്യാത്തത്. നീ ഒരുത്തനെ അവിടെ എൻഗേജ്മെന്റ് നടത്തിയിട്ട് ഇവിടെ വന്നിരുന്ന് മറ്റനെ പ്രണയിച്ച് ആരായാലും തള്ളക്കി വിളിക്കും. പിന്നെ സായിരെ കേസ് പറയണ്ട, വ്യക്തമായിട്ടുള്ള ആൻസർ. കാര്യം അതിനകത്ത് ചെയ്യുന്ന കാര്യം തന്നെയാണ് ജാസ്മിനെ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യം. ജാസ്മിൻ ഒന്നെങ്കിൽ ഇത് ശരിക്കും റിലേഷൻഷിപ്പ് ആണോ ഫ്രണ്ട്ഷിപ്പ് ആണോ ഇത് എന്തുവാണെന്നുള്ള ഒരു പരിപാടി ഒരു മനുഷ്യർക്ക് മനസ്സിലാവാത്ത പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഇതാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്ന കാര്യം. അത് ആദ്യം മനസ്സിലാക്കാത്ത രീതിയിൽ ആൾക്കാർ വന്നിരുന്ന് കമന്റ് ഇട്ടിട്ടോ ചീത്ത വിളിച്ചിട്ടോ ഒരു പ്രയോജനമില്ല. അവളതിനകത്ത് നല്ലോണം കളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നല്ലോണം തന്നെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും കമന്റ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് പരിഗണിക്കുക.